കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണങ്ങൾ. അതിന്റെ പ്രമുഖ സ്മാരകമായ പാലക്കാട് കോട്ടയിലൂടെ ഒരു യാത്രയാവാം. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷണയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പ്രഭാത സായാഹ്ന സവാരികൾ, വ്യായാമം എന്നിവയ്ക്കായി എത്തുന്നവരുടെ തിരക്ക് കാണാറുണ്ട് കോട്ടയിൽ. അവർക്കായി പ്രത്യേക നടപ്പാതയുമുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലായി ഒരു പുൽമൈതാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രസിദ്ധമായ ഒരു ആഞ്ജനേയ ക്ഷേത്രവുമുണ്ട്. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ശിലാപാർക്ക്, വാടിക ഉദ്യാനം എന്നിവ കോട്ടയോട് ചേർന്ന സങ്കേതങ്ങളാണ്. ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതികതയും സമന്വയിക്കുന്നതാണ് ഈ ചരിത്ര സ്മാരകം. വാസ്തുവിദ്യ മാത്രമല്ല, യുദ്ധതന്ത്രങ്ങളുടെ കഥകളും നമുക്കിവിടെ വായിച്ചെടുക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കസ് കൂടാരത്തിൽ നിന്നാണ് MT വാസുദേവൻ നായർ വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയുടെ കഥാതന്തു രൂപപ്പെടുത്തിയെടുത്തത്. ദേശീയ തലത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒട്ടേറെ കായിക താരങ്ങളുടെ പരിശീലനക്കളരി എന്ന ദൗത്യവും ഈ കോട്ടയുടെ പരിസരം നിർവഹിച്ചിട്ടുണ്ട്. 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിന്റെ ദിണ്ടുകലിലെ സേനാനായകനായ ഹൈദരാലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പിയച്ചൻ തീരുമാനിച്ചു. 1757 തന്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ജ്യോതിശാസ്ത്രം, തച്ചുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രാവണോദ്ഭവം ആട്ടക്കഥയുടെ കർത്താവെന്ന നിലയിലാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായത്. അന്ന് പ്രചാരത്തിലിരുന്നത് മൺകോട്ടകളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി കരിങ്കൽ കോട്ട പണിയാനായിരുന്നു തീരുമാനം. ഹൈദരുടെ സ്യാലൻ മുഖ്രമലി വടക്കോട്ട് ദർശനം വരുന്ന വിധത്തിൽ കോട്ടയ്ക്ക് തറക്കല്ലിട്ടു. വടക്കോട്ട് കോട്ടവാതിലും പടിഞ്ഞാറേ ദിക്കിൽ ആയുധപുരയുമായിരുന്നു. ഹൈദരാലി ഖാൻ തെക്കേ മലബാറിൽ തന്റെ സാന്നിധ്യമുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന കാലമായിരുന്നു അത്. കോയമ്പത്തൂരും മലബാറുമായുള്ള വാർത്താവിനിമയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും മലബാറിൽ ആധിപത്യമുറപ്പിക്കാനുമുള്ള സങ്കേതമായി അദ്ദേഹം ഈ കോട്ടയെ വിഭാവനം ചെയ്തു. അതുകൊണ്ടുതന്നെ തിടുക്കത്തിലാണ് പണി പൂർത്തിയാക്കിയത്. ഹൈദരാലിയെ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യമുറപ്പിച്ചു. അടിമക്കമ്പോളത്തിന്റെ സ്മരണകളും ഈ പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്നു. 1790 പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും തകർന്നു. പാലക്കാട് കോട്ടയുടെ അനന്യത വേനലിൽ പോലും വെള്ളം കെട്ടിനിൽക്കുന്ന കരിങ്കൽ കെട്ടുകളോടുകൂടിയ ഒരു കിടങ്ങാണ്. എത്ര സമർത്ഥനായ അശ്വസൈനികനും ചാടിക്കടക്കാനാകാത്തവണ്ണം വീതിയുള്ളതാണ് ഈ കിടങ്ങ്. കണ്ണൂരും ബേക്കലും മറ്റുമുള്ള കോട്ടകൾ പാലക്കാട് കോട്ടയേക്കാൾ വലുതാണെങ്കിലും അവയ്ക്കൊന്നും ഇതുപോലൊരു കിടങ്ങില്ല. ഇത് മണ്ണു വീണു മൂടാതെ തുടരുന്നതിന്റെ പിന്നിലെ രഹസ്യം ബലിഷ്ഠമായ ഈ കരിങ്കൽ കെട്ടുകളാണ്. പാലക്കാട് കോട്ടയുടെ പൂമുഖം ടിപ്പുവിന്റെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. പ്രവേശന കവാടത്തിലെ സ്തംഭം, ദ്വാരപ്പട്ടിക, തോരണം എന്നീ ഘടകങ്ങൾക്ക് ഹൈന്ദവ കലയോടാണ് കടപ്പാട്. അകത്തെ മതിൽക്കെട്ടിലെ മേൽക്കവരങ്ങൾ ശ്രീരംഗത്തെയും ആഗ്രോ കോട്ടയുടെയും മേൽക്കവരങ്ങളെ അനുസ്മരിപ്പിക്കും. ഇസ്ലാമിക കലയുടെ സംഭാവനകളാണിതെല്ലാം. യുദ്ധതന്ത്രങ്ങൾ ഒളിപ്പിക്കുന്ന ഒരു കൊക്കരണിയും ഇവിടെയുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.